സെക്കൻഡ് ഡേ 8:30 ആയപ്പോഴേക്കും ഹൗസ് ബോട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 8:45 ആയപ്പോൾ ഞങ്ങൾ ഷിക്കാരയിലെ ഗേറ്റ് നമ്പർ 8 അവിടെ കൊണ്ടാക്കി. അവിടെ നമ്മുടെ ആക്കിബ റെഡി ആയി നിൽക്കണ്ടായിരുന്നു. ശ്രീനഗറിൽ നിന്ന് സോൺമർഗിലേക്ക് പോണ വഴിക്കാണ് സിന്ധ് റിവർ കേട്ടോ. വഴിയിലൊക്കെ നിർത്തി ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു ഞങ്ങളുടെ പണി. ആക്കിബ ആണെങ്കിലോ അടിപൊളിയായിട്ട് റീൽസ് എടുത്തു തരും കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് മുഴുവൻ റീലും ഫോട്ടോഗ്രാഫും ഒക്കെ എടുത്ത് എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഡ്രൈവർ കം പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ആക്കിബിന്റെ വണ്ടിയിൽ ഏതാണ്ട് 12:45 കൂടി ഞങ്ങൾ സെഡ്മോർ ടണലിന്റെ അവിടെ എത്തി. ഏതാണ്ട് 6 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ ടണൽ കടന്നിട്ടാണ് നമ്മൾ സോൺമർഗ് ടൗണിലേക്ക് എത്തുക. അവിടെ പ്രൈവറ്റ് കാർസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് സോൺമർഗ് ചുറ്റിക്കറങ്ങാൻ നമുക്ക് വേറെ കാർ ഹയർ ചെയ്യണം. അവർ പറയുന്ന റേറ്റിന്റെ ഒരു 30-40% കുറച്ച് പറയണം. ആ ടാറ്റ ബൈ ബൈ ചെയ്തുകൊണ്ട് പോണ എന്നെ കണ്ടാ തോന്നുന്നു ഈ കുന്തറണ്ടത്തിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കണേന്ന്. തൃശ്ശൂരുള്ള ഒരു 5-6 അമ്പലത്തിലെങ്കിലും ആ ഇരുന്ന ഇരിപ്പിലെ വഴിപാട് റെസീറ്റ് ആക്കിയതിന്റെ ധൈര്യത്തിലുള്ള പോക്കാട്ടോ അത്. ഞങ്ങൾ സോൺമർഗിൽ കറങ്ങാൻ പോയ വണ്ടിയുടെ ഡ്രൈവർ ഉണ്ടല്ലോ ഷാഹിദ്, ആളും എടുത്തു തന്നു കുറെ റീല്. പിന്നെ പോണ വഴിക്ക് നമ്മുടെ രാജ് കപൂറിന്റെ രാംതേരി ഗംഗാബേലിയിലെ മന്ദാകിനി കുളിച്ച വാട്ടർഫോൾ ഇല്ലേ, അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. പക്ഷെ അവിടെ മന്ദാകിനി പോയിട്ട് ഒരു മനുഷ്യക്കൂട്ടി ഇല്ലാത്തോണ്ടാ തോന്നുന്നു നമ്മുടെ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അവിടുന്ന് ഞങ്ങൾ പോയത് ലഡാക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള കശ്മീരിന്റെ ലാസ്റ്റ് വില്ലേജ് ആയ സർബൽ എന്ന സ്ഥലത്തേക്കാണ്. ഈ യാത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് സോൺമർഗിലേക്ക് തന്നെ വന്നു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് താജ്വാസ് ഗ്ലേസിയേഴ്സിലേക്കാണ് കേട്ടോ. ഇന്നലെ കണ്ടില്ലേ ആ കുതിരയുമുള്ള സർക്കസ്? അതന്നെ, 2 സൈഡിലും വലിയ കൊക്ക, ഒരു 4 കിലോമീറ്ററോളം അങ്ങനെ തന്നെ യാത്ര ചെയ്യുന്നു. അത് കുതിര എന്നെയാണോ കൊണ്ടുപോയോ അതോ ഞാൻ കുതിരയാണോ കൊണ്ടുപോയെന്നായിരുന്നു എനിക്ക് സംശയം. അങ്ങനെ അനന്ത നീ പറഞ്ഞ മാതിരി സൂവെന്നല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ മേലെ എത്തിയിട്ടോ. ഇത്ര കഷ്ടപ്പെട്ടൊക്കെ മുകളിലേക്ക് പോയാച്ചാലും നമ്മുടെ ബജ്രംഗി ഭായ്ജാനൊക്കെ ഷൂട്ട് ചെയ്ത ആ സ്ഥലം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. 4 കിലോമീറ്റർ മുകളിലേക്കും 4 കിലോമീറ്റർ താഴത്തേക്കും ഉണ്ടായ കുതിരസവാരിയുടെ ഇടയ്ക്ക് ഊരിപ്പോയ കുറെ നട്ടും ബോൾട്ടൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഹോട്ടലിൽ തിരിച്ചു വന്ന് നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചപ്പോഴാണ് പിന്നെ അതൊക്കെ ഒന്ന് ടൈറ്റായി.